എഴുതുക എന്ന് പറയുമ്പോഴേ നമ്മുടെ തന്നെ ജീവിതം അതിങ്ങനെ ഉരുക്കി ഒഴിച്ച് അതിൻ്റെ ആ തിളനില ഒട്ടും മാറാതെ അക്ഷരങ്ങളിലൂടെ പകർന്നു തരിക, അത്രയേറെ അതികഠിനമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കുറച്ച് നിർമ്മമമായോ അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവായോ കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ഭീതിതമായ വശങ്ങൾ നമ്മെ കാണിച്ചു തന്ന് നമ്മളിലെ ഉള്ളിലുള്ള ആ ഒരു സമൂഹത്തെ വീക്ഷിക്കാനായിട്ട് മറ്റൊരു കണ്ണ് തുറന്നു തരിക, ഇതൊക്കെ ചെറിയ കാര്യമല്ല. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് പേര് നമ്മുടെ അടുത്തുണ്ട്. അതിലൊന്ന് ഒക്കെ നിങ്ങൾക്കറിയാം, ലക്ഷ്മിക്കുട്ടിയൊക്കെ മുമ്പ് തന്നെ എനിക്ക് ഈ മന്ത്രവാദം പരിചയമുള്ള ഒരു എഴുത്തുകാരനെ എൻ്റെ സുഹൃത്തായിട്ടുണ്ട്, ജോർജ് ജോസഫ്, ഭാര്യ ലവ്ലി, അപ്പു, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ജോർജ് ജോസഫ് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരുന്ന സുഹൃത്താണെന്ന് തോന്നില്ല. അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ജോർജ് ജോസഫിൻ്റെ കഥകളേക്കാൾ മുമ്പ് ജോർജ് ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തെ അത് വിശ്വസിച്ചില്ല. പറഞ്ഞത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ ഒരാളായ KM റോയ് ആയിട്ട് പോലും അദ്ദേഹം പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞതാണ് എഴുത്തിനെക്കുറിച്ച്. അതായത് ഞങ്ങളെല്ലാം അന്ന് ജേർണലിസം പഠിക്കുകയാണ്, ജേർണലിസത്തിലേക്ക് വരികയാണ്. ആ കാലഘട്ടത്തിൽ എനിക്കൊന്ന് ജോർജ് ജോസഫ് എഴുതി തുടങ്ങിയ കാലഘട്ടമൊക്കെ ആയിരിക്കും. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എന്തെങ്കിലും ഒരു ബൈലിയൻ കിട്ടുമെന്ന് പറഞ്ഞാലോ പണം കിട്ടുമെന്ന് പറഞ്ഞാലോ അങ്ങ് എഴുതി തകർക്കുക. അത്തരം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു കാണണം ജോർജ് ജോസഫ് കെയൊക്കെ എങ്ങനെയാണ് എഴുത്തിനെ, കഥയെ സമീപിക്കുന്നതെന്ന്. ആയിക്കോട്ടെ, ഞാൻ എന്താ അറിയാലോ, ഒരു കഷ്ടിച്ച് PG കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാവരോടും അങ്ങനെയൊന്നൊരു വലിയ ബഹുമാനമൊന്നും സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ സാർ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു അക്കാലത്ത് ജോർജ് ജോസഫ് വാർക്കപ്പണിയുടെ പണി എന്തോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് പറഞ്ഞു, വാർക്കപ്പണിയിൽ നിൽക്കുന്ന ഡെയിലി വേജസ് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് ഒരു കഥ എഴുതി തരൂ, 500 രൂപ തരാം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലാണെങ്കിൽ അവന് എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് സാർ അതേ കഥയായെന്നും പറഞ്ഞ് തരും. ജോർജ് ജോസഫ് കെ തരില്ല. പറയും, സാറേ എനിക്ക് തവണ കഥയില്ല. ഓണപ്പതിപ്പിനൊക്കെ ചോദിക്കുമ്പോഴാണ് കഥ വന്നില്ല സാർ, കഥ വരുമ്പോൾ തരാമെന്ന് പറയും. അങ്ങനെ ഒഴുകി വരുന്ന കഥകൾ മാത്രം, അതൊരു പണം കിട്ടാനുള്ളതായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്നാണ് ഞാൻ കേട്ടത്. പിന്നീട് ഞാൻ ജേർണലിസ്റ്റിലേക്ക് വന്നു, ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ആയിരക്കണക്കിന് ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ വളരെ അടുത്താകുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ ഒരാളായിട്ട് ജോർജ് ജോസഫ് കെ മാറി. എൻ്റെ ഗുണം കൊണ്ടല്ല, ജോർജ് ജോസഫ് കെയുടെ തന്നെ ഒരു മനസ്ഥിതി കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി. ഇപ്പോൾ അതെക്കുറിച്ചല്ല പറയുന്നത്. ഫേസ്ബുക്കിൽ ജോർജ് ജോസഫ് ഒരു പരമ്പര എഴുതുന്നുണ്ട് ഇപ്പോൾ, ജീവിതം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ 2 എപ്പിസോഡേ ആയുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ മറ്റേ യശോദ പറഞ്ഞല്ലേ, വായടയ്ക്കുണ്ണി, ഇത്രയും ദൂരത്തൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളിതൊന്നും ഇതിലൊന്നും നമ്മൾ പങ്കെടുക്കുന്നില്ല, ഇവരെ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും നമ്മൾ നേരിട്ട് ചെന്ന് സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ദുരിതം മാറ്റാനൊന്നും ചെയ്യുന്നില്ല എന്ന മനസാക്ഷിക്കുത്ത് അത് വായിക്കുന്ന, അങ്ങനെ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോവാത്ത എല്ലാവർക്കും തോന്നും, ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചോരപ്പീര തിന്നാണിടോ ഞങ്ങളൊക്കെ വളർന്നതെന്ന്. അതായത് ഇത് പറയുന്ന ഷൺമുഖൻ്റെ അച്ഛൻ പൂജാരിയാകാൻ പോയി. കള്ള് ചെത്തോ തെങ്ങ് കയറ്റോ വല്ലതും ആകാനുള്ളിടത്ത് പൂജാരിയാകാൻ പോയതിൻ്റെ സങ്കടമാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് തിന്നണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരില്ലായിരുന്നു ഈ ചോരപ്പീര തിന്നെന്ന്. അത് സംഭവം വെച്ചാൽ കണ്ണൂർ ഒരു കുഗ്രാമത്തിലെ അമ്പലത്തിൽ പൂജാരിയായിരുന്നു അവൻ്റെ അച്ഛൻ. കോഴിക്കുരുതി നടക്കുമ്പോൾ കോഴിയുടെ രക്തം അച്ഛൻ പാത്രത്തിൽ ശേഖരിച്ചെടുക്കും. വായിക്കണം കേട്ടോ. എന്നിട്ട് അത് ചോറായിട്ട് മിക്സ് ചെയ്താണ് ഇത്ര പാവം ഒരു കഴിച്ചത്. പിന്നെ ജോർജ് ജോസഫ് കെ ഇതിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് കുറേ ഞാൻ അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട ബാല്യത്തെപ്പറ്റി, വിവാഹിതയാകാതെ നിന്ന് കുട്ടികളെ വളർത്തിയ അമ്മായിയെപ്പറ്റി, ഇതൊക്കെ കുറേ വായിച്ചിട്ടുണ്ട്. ഓരോ വായനയിലും ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നോർക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ജോർജ് ജോസഫ് തന്നെ എഴുതിയിരിക്കുന്ന അതിനകത്തൊരു വാചകമുണ്ട്: ഓർക്കുമ്പോൾ അക്കാലങ്ങളിൽ 2 കാലുകളുള്ള മനുഷ്യ പശുക്കളായിരുന്നു ഞാനും സഹോദരങ്ങളും. അതായത് ഇവർ പശുവിനും ആടിനും ഒക്കെ കൊടുക്കുന്ന തീറ്റപ്പുല്ലുണ്ട്, വള്ളൽ എന്ന് പറഞ്ഞ്, അത് വേവിച്ച് വരെ തിന്നാണ് അത്ര ഇവർ കഷ്ടപ്പെട്ടെന്ന്. പക്ഷേ ഇങ്ങനെ പോകുന്ന കാലഘട്ടത്തിലാണ് ജോർജ് ജോസഫ് കെയ്ക്ക് വേറൊരു ജോസഫ് കേസി എന്നുള്ളൊരു സുഹൃത്ത് വരുന്നത്. അദ്ദേഹമാണ് എന്നെ അത്യാധുനിക സാഹിത്യം വായിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. അങ്ങനെ ആ കഥയങ്ങ് പോവുകയാണ്.
പിന്നെ അടുത്ത എപ്പിസോഡ് റോമൻ സാൻഡൽസ് എന്ന് പറഞ്ഞിട്ടാണ്, ചെരുപ്പ് കടയിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലത്തെപ്പറ്റി. ആ കാലവും ഒട്ടും മോശമല്ല, ഇതിനേക്കാൾ കണ്ണുനീര് നമുക്ക് അത് വായിക്കണം കേട്ടോ. ഞാനതിന് ആമുഖം പറയാൻ ആളല്ല സത്യം പറഞ്ഞാൽ. ഒരു എഴുത്തുകാരൻ അവൻ അനുഭവിക്കുന്ന ആത്മസംതൃപ്തിയും അതേസമയം അവൻ്റെ ഉള്ളിലെ ദാരിദ്ര്യം അറിയുന്ന വ്യക്തി അനുഭവിക്കുന്ന ആത്മസംഘർഷവും ഒരു ചെറിയ കുറിപ്പിൽ എഴുതുന്ന എങ്ങനെയെന്ന് ജോർജ് ജോസഫ് കാണിച്ചു തരുന്നുണ്ട്. ജോർജ് ജോസഫ് ഇത് എഴുതിയിട്ട് അടുത്ത ബുക്കാവട്ടെ നമ്മൾ വായിക്കട്ടെ. വായിക്കുമ്പോൾ നമ്മൾ ഇനി ഒരിക്കൽ ഈ കുറിപ്പ് എഴുതുന്ന ഒരാൾ എഴുതുമ്പോൾ അക്കാലത്തൊക്കെ ഞാൻ എവിടെയായിരുന്നു എന്ന് ചിന്തിക്കാതെ അത്തരം ആൾക്കാരുടെ അടുത്തേക്ക് കടന്നു ചെല്ലണം എന്ന് ആരുടെയെങ്കിലുമൊക്കെ അകക്കണ്ണ് തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭരാത്രി.